എടുക്കുന്നു. പോലീസ് തറയൊക്കെ കാണുന്ന നല്ല കൊടിയേരി ബാലകൃഷ്ണൻ കുറെ ടൈൽസ് എടുത്തു കൊടുത്തി. പക്ഷെ ടൈൽസ് കൊടുത്ത് മാത്രം കമ്മീഷൻ അടിച്ചു പോയി എന്നല്ലാതെ വേറെ സംഗതി അതിന്റെ ഉള്ളിൽ നടന്നില്ല. അങ്ങനെ ഞങ്ങൾ പോലീസ് സ്റ്റേഷൻ, നമ്മുടെ പോലീസ് സ്റ്റേഷൻ, നമ്മുടെ കാശ് കൊണ്ടെടുത്ത പോലീസ് സ്റ്റേഷൻ നമ്മൾ തുടച്ചു വൃത്തിയാക്കുന്നു. ഒരു ചാനലുകാരും അത് കണ്ടില്ല, ഒരു പത്രക്കാരനും കണ്ടില്ല, ആരെയും കാണേണ്ട ആവശ്യമില്ല. ഞങ്ങളുടെ ധാർമ്മിക ബോധമാണ് അവിടെ വരുന്നത്. ഗാന്ധിയൻ രീതിയിലുള്ള സമരം ഞങ്ങൾ പോലീസ് സ്റ്റേഷൻ തുടച്ച് വൃത്തിയാക്കുമ്പോൾ പോലീസ് സഹോദരന്മാർ പറയുകയാണ്, നിങ്ങൾ പറയുന്നതൊക്കെയാണ് ഞങ്ങൾ ഉള്ളത്, പക്ഷെ എന്ത് ചെയ്യാം? മേലെ നിന്ന് ഏമാന്മാർ പറയുന്നു, ഏമാന്മാർ റിമോട്ട് കൺട്രോളാണ് ഞങ്ങൾ. ശ്രീജ അടക്കം, അവിടെയുള്ള ശ്രീജ അടക്കം, നേരത്തെ മധു പറഞ്ഞില്ലേ, കതിരിട്ട കുറെ യജമാനന്മാർ ബ്രിട്ടീഷുകാർ പോയിട്ടുണ്ടെങ്കിലും ബ്രിട്ടീഷുകാരന്റെ ആദ്യ നിലപാട് സ്വീകരിച്ചുകൊണ്ടിരിക്കുന്നവർ അവിടുന്ന് പ്രഖ്യാപിച്ചു, ഞങ്ങൾ ജയിലിൽ നിന്നും പുറത്തു പോകുന്നില്ല, ഞങ്ങൾ റിമാൻഡ് ചെയ്തോളൂ, നിങ്ങൾ പെണ്ണുങ്ങൾ പറയുന്നത് നിങ്ങൾ തൂക്കിക്കൊന്നോളൂ എന്നാണ്. ഞങ്ങൾ പറയുന്നത് നിങ്ങൾ ജയിലടച്ചോളൂ, സ്ത്രീകൾ പറയുന്നത് ഞങ്ങൾ തൂക്കിക്കൊന്നോളൂ, എന്നാലും ഈ സമരത്തിൽ പിന്മാറില്ല. അങ്ങനെ ആ ആർജവത്തിന്റെ മുന്നിലാണ് ഞങ്ങളെ ഈ തലശ്ശേരി കുറെ സമയം നിർത്തി. സന്ധ്യയായി, രാത്രിയായി. അങ്ങനെ ആരും തന്നെ ഈ കോടതിയിൽ നിന്ന് പുറത്തു പോകാൻ ജാമ്യം എടുക്കാൻ തയ്യാറല്ല. പക്ഷേ ഇതിലെ 3 വാർഡ് മെമ്പർമാർ നമ്മുടെ ഈ സമരത്തിലുണ്ടായിരുന്നു. അത് മാർക്സിസ്റ്റ് പാർട്ടിയുടെ വാർഡ് മെമ്പർമാരാണ്. അവർക്ക് ജാമ്യത്തിൽ ഇറങ്ങണം എന്നുണ്ട്. അവരെ ജാമ്യത്തിൽ ഇറങ്ങാൻ വേണ്ടി അവരുടെ പാർട്ടി ഇടപെടുന്നു. അങ്ങനെ അവിടെ ഞങ്ങൾ കുറച്ച് പേർ ജാമ്യത്തിൽ ഇറങ്ങുന്നില്ല എന്ന് പറയുന്നു. പക്ഷേ കുറച്ച് സ്ത്രീകൾ പനിയും അതുപോലെ പല വിഷമങ്ങളും, സ്ത്രീജനങ്ങൾക്ക് അതിൻ്റെതായ പല വിഷമങ്ങളുണ്ട്. പക്ഷെ അവരേതായാലും ജാമ്യത്തിൽ ഇറങ്ങട്ടെ എന്ന് ഞങ്ങൾ തീരുമാനിച്ചു. ഏതായാലും സ്ത്രീകൾ ഞങ്ങൾ പലപ്പോഴും പിടിച്ചു നിൽക്കുന്നത് ചില സ്നേഹത്തിന്റെയും ചില കണ്ണീരിന്റെയും മുന്നിൽ ഞങ്ങൾ ചില തീരുമാനങ്ങൾ പിറകോട്ടെടുത്തിട്ടുണ്ട്. അതൊക്കെ ഞങ്ങളുടെ എന്താണ് പറയുന്നത്, ഊർജം പറയുന്ന പ്രവർത്തനമൊന്നുമല്ല. പക്ഷെ ചില സ്നേഹത്തിന്റെ മുന്നിൽ, നമ്മുടെ അമ്മയുടെ മുമ്പിൽ, അമ്മയുടെ കണ്ണീരിന്റെ മുന്നിൽ ചില കടുംപിടുത്തങ്ങൾ ഞങ്ങൾ അടിയറ വെക്കാറുണ്ട്. അതുപോലെ ജയിലിനുള്ളിൽ സ്പെഷ്യൽ വണ്ടി വരുന്നു. ഞങ്ങൾ അങ്ങനെ പാതിരാക്ക് വീണ്ടും ചേലോറയിലേക്ക് പോകുന്നു. അങ്ങനെ ഞങ്ങൾ അന്ന് തീരുമാനിച്ചു, എല്ലാവരും ഇങ്ങനെ ഈ പോലീസുകാരൊന്നും എല്ലാം കയറി ഇടിപടിക്കാരുന്ന സ്വഭാവം മാറ്റണം. അങ്ങനെ 8 പേർ 10 പേർ എന്നുള്ള രീതിയിൽ ഞങ്ങൾ പോലീസുകാരെ ഒറ്റയ്ക്ക്, പോലീസുകാർ എന്റെ മാമനും മേട്ടനും ഒക്കെയാണ്, നമ്മുടെ അയൽവക്കക്കാരാണ് പോലീസുകാരൊക്കെ. പണ്ടത്തെ കൊമ്പം വീശ പോലീസുകാരൊന്നും അല്ല ഇപ്പോൾ, നമ്മളെ സ്വന്തം കുട്ടികളാണ് പോലീസുകാർ. അതുകൊണ്ട് പോലീസുകാർക്കും നമ്മുടെ നല്ല സ്നേഹത്തോടെ പെരുമാറുന്നത്. അതുകൊണ്ട് നമ്മൾ സമരമുഖം മാറ്റി. അങ്ങനെയാണ് 8ഉം 10ഉം പേർ സമരത്തിൽ പോകുന്നു. പക്ഷെ ഇന്ന് ഞങ്ങൾ പ്രഖ്യാപിച്ചു, നിങ്ങൾ മാലിന്യം കൊണ്ടിറക്കുകയാണെങ്കിൽ മുഖ്യമന്ത്രിയുമല്ല ഏത് മന്ത്രിയായാലും ഞങ്ങൾ നിങ്ങളോട് ചർച്ച ചെയ്യും. അത് മാത്രമല്ല, ചേലോറയിൽ ഒരു മാലിന്യ പ്ലാന്റും സ്ഥാപിക്കാനും വിടില്ല. അത് ഉറച്ച തീരുമാനമാണ്. മാലിന്യ പ്ലാന്റ് നമുക്കറിയാം, നേരത്തെ പറഞ്ഞു, അതൊക്കെ അതിന്റെ പിറകിലൊക്കെ കുറെ കമ്മീഷന്റെ കാര്യങ്ങളാണ്. കമ്മീഷൻ വന്നു, വളരെ പ്രാഥമികമായ ചില ഉപകരണങ്ങൾ ഇവരെ കൊണ്ട്, നമ്മുടെ പയ്യാമ്പലം ഉപകരണം പോലെ കമ്മീഷൻ അടിക്കാൻ വേണ്ടി വളരെ ചെറിയ ചില പ്ലാന്റൊക്കെ കൊണ്ടുവരും. അത് കുറച്ചു കാലം പ്രവർത്തിക്കും. പിന്നെ ആ പ്ലാന്റ് മൂടുന്ന രീതിയിലുള്ള മാലിന്യങ്ങൾ നിറയും. മറ്റുള്ള പൂട്ടും, പെട്ടിപ്പാലം, ചേലോറ അതുപോലെ നടക്കും. ചേലോറയിലെ ജനങ്ങൾ ഇന്ന് ഉറച്ച തീരുമാനമായി മുന്നോട്ട് വന്നപ്പോൾ ഇന്ന് മാലിന്യം വന്നില്ല, നാളെയും മാലിന്യമില്ല, മറ്റന്നാളും വരില്ല. മുഖ്യമന്ത്രിയുടെ തീരുമാനത്തിലും ഇനി ചേലോറയിൽ മാലിന്യം യാതൊരു വിധത്തിലും കൊണ്ടുപോകില്ല എന്ന തീരുമാനം എടുപ്പിക്കും ഞങ്ങൾ. അതെന്തുകൊണ്ടാണെന്നറിയോ? നിയമത്തിന്റെ പക്ഷത്താണ് ഞങ്ങൾ മനസ്സിലായി. കാരണം അവിടെ മാലിന്യം എന്നത്